നല്ല ചൂട് ഇലത്തോരൻ. ചോറ് കഴിക്കാൻ ഇതിൽ പരം എന്ത് വേണമല്ലേ. അതും ഈ മഴക്കാലം കൂടെ ആയി. മഴക്കാലത്ത് ചൂട് ചോറും ചൂട് തോരനും ഒരു അച്ചാറും കൂടെയൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റല്ലേ നമുക്ക് കഴിക്കാൻ. അതും ഹെൽത്തിയായ ഒരു ഇലത്തോരനായാലോ. അധികം ആരും ചെയ്യാത്ത ഒരു ഇലയാണ് കേട്ടോ. നമ്മുടെയൊക്കെ വീടുകളിൽ ധാരാളം ഉള്ളതുമാണ്. ഇതെന്താണെന്ന് നോക്കിയല്ലോ. ദേ ഇതാണ് കോവയ്ക്ക. കോവയ്ക്കയുടെ ഇലയാണ് കേട്ടോ. ഇപ്പം കുറച്ച് കുറവാണ്. മഴ വന്നപ്പോൾ ഇല ധാരാളമായിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ മിക്കവാറും വിചാരിക്കും ഇതിൻ്റെ ഇല എടുത്ത് തുറന്ന് ഞാൻ വെക്കാറുമുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ആ വെക്കുന്ന രീതി ഒന്ന് വീഡിയോ ആക്കി ഇടാമെന്ന് വിചാരിച്ചു. മിക്കുള്ളവരുടെയും വീട്ടിൽ കാണുമല്ലോ കോവയ്ക്ക. അപ്പോൾ ഇല വെക്കാത്തവർക്ക് ഇങ്ങനെ ഒന്ന് ഇലത്തോരൻ വെക്കാമല്ലോ. അതാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. അതിലായി നമുക്ക് ആവശ്യമുള്ള ഇല ഇറുത്തെടുക്കണം കേട്ടോ. അതിൽ മുറ്റി ഇലയെന്നോ പിഞ്ചിലയെന്നോ അങ്ങനെയൊന്നുമില്ല. അതിൽ ഉള്ള ഇല കൊള്ളാവുന്ന നമുക്ക് വേണ്ടത്ര ഇല ഇറുത്തെടുക്കാം. അതിനെ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് നന്നായിട്ട് കഴുകി കുറച്ച് വെള്ളം തോരാനായിട്ട് വെക്കണം. വെള്ളം തോർത്തിയെടുക്കണം കേട്ടോ. ഇല വെള്ളത്തിൻ്റെ അംശം കംപ്ലീറ്റ് മാറിയിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം അല്ലെങ്കിൽ തോരൻ കുഴഞ്ഞു പോകും. അതുകൊണ്ടാണ് വെള്ളം തോർത്തിയെടുക്കണം എന്ന് ഞാനിങ്ങനെ പറഞ്ഞത്. ആദ്യം അത് ആവശ്യമുള്ള ഇല ഇറുത്തെടുത്തിട്ട് നമുക്ക് വെള്ളം തോർത്തിയെടുക്കാം. ഇതിലങ്ങനെ കായുകൊണ്ട് വെള്ളക്കായ ഇറുത്തെടുക്കും വിളഞ്ഞു പോകുന്നതിന് മുമ്പേ. അത് മെഴുക്കുവരട്ടോ വേറെ എന്തെങ്കിലും കറികൾ ഉണ്ടാക്കാറുണ്ട്. കോവയ്ക്ക കൊണ്ട് ചെയ്യാൻ പറ്റിയ വേറെ കറിയൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. കാണാത്തവർ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കണേ. ഇതേപോലെ ആവശ്യമുള്ള ഇല എടുത്ത് നമുക്ക് കഴുകി വൃത്തിയാക്കി എടുക്കാം. തോർന്നതിന് ശേഷം അത് നമുക്ക് അരിയണം. എത്രത്തോളം ചെറുതാക്കി അരിഞ്ഞെടുക്കാൻ പറ്റുമോ അത്രത്തോളം ചെറുതാക്കി അരിയാം. എന്നിട്ട് നമുക്ക് ആവശ്യം കുറച്ച് ചക്കക്കുരുവാണ്. ആ ചക്കക്കുരു തൊലിച്ച് ഇതുപോലെ അതിൻ്റെ പുറംതൊലി കളഞ്ഞാൽ മതി. ചെറുതായിട്ട് അരിഞ്ഞ് അതിൽ വെള്ളമൊഴിച്ച് ഉപ്പും ഇട്ട് നമുക്ക് ആ ചക്കക്കുരുവിന് ആവശ്യമായ ഉപ്പും ഇട്ട് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നമ്മളൊന്ന് വേവിക്കണം. അത് വേവിക്കാൻ വെച്ചിട്ട് അത് വേവുന്ന സമയത്തേക്ക് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. ഇതിൻ്റെ അരപ്പെന്ന് പറയുമ്പോൾ സാധാരണ തോരത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് തേങ്ങ ഇട്ടിട്ട് ചെറിയ ഉള്ളി കുറച്ച് കൂടുതൽ വേണം കേട്ടോ. എരിവിന് പച്ചമുളകും പിന്നെ മഞ്ഞൾപ്പൊടിയും മാത്രം ചതച്ചെടുത്താൽ മതി. അല്പം കറിവേപ്പിലയും കൂടെ. അല്ലാതെ നമ്മളിതിൽ ജീരകമോ വെളുത്തുള്ളിയോ വേറെ ഒന്നും ചേർക്കണ്ട. ഞാൻ ടേസ്റ്റ് ഇങ്ങനെ ചെയ്യുന്നതാണ്. എന്നിട്ട് നമുക്കൊരു പാൻ വെച്ച് ചുടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി കഴിഞ്ഞതിന് ശേഷം 1-2 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ഇട്ട് 2 വറ്റൽമുളക് ഒന്ന് മുറിച്ചിട്ട് അല്പം കറിവേപ്പിലയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അത് നന്നായിട്ട് മൂത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ചേർക്കേണ്ടത് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. വളരെ ചെറുതായിട്ട് തന്നെ അരിയുക. നിങ്ങൾ നോക്കുമ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പില കൂടുതലായിട്ട് ഇടുന്നതായിട്ട് തോന്നുന്നുണ്ടല്ലേ. അതെന്താണെന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൽ ആവശ്യമുള്ള കറിവേപ്പില ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് കൂടുതൽ ഇടുന്നത്. നാടൻ കറിവേപ്പിലയല്ലേ, അത് ഉദ്ദേശിച്ചിടുന്നതാണ്. വരവ് കറിവേപ്പില ഞാൻ അധികം യൂസ് ചെയ്യാറില്ല. വീട്ടിലുള്ളത് കൊണ്ട് തന്നെ മേടിക്കേണ്ടി വരുന്നില്ല. പിന്നെ ഇതേപോലെ ഒരു സവാള വളരെ ചെറുതായിട്ട് അരിഞ്ഞത് അതിലേക്ക് ചേർത്ത് നമ്മൾ അല്പം ഉപ്പും കൂടെ ചേർത്തൊന്ന് വഴറ്റിയെടുക്കണം. സവാള നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കുക. വഴറ്റി വന്നതിന് ശേഷം ഇതുപോലെ കളർ ചേഞ്ചായി വഴറ്റി വന്നതിന് ശേഷം നമുക്ക് തീരെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന കോവയ്ക്കയുടെ ഇല ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. കോവയ്ക്ക ഇലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിതിനെ നന്നായിട്ട് മിക്സാക്കി എടുക്കണം. സവാള വഴറ്റുമ്പം നമ്മൾ ഉപ്പ് ചേർത്തില്ല എങ്കിൽ നമ്മൾ ഈ ഘട്ടത്തിൽ വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. നമ്മൾ ഉള്ളിയും ഈ കോവയ്ക്ക ഇലയും കൂടെ നന്നായിട്ടങ്ങ് വഴറ്റി ചേർത്തെടുക്കുക. കാരണം കോവയ്ക്ക് വേകാൻ ഒരല്പം സമയം എടുക്കും കേട്ടോ. ഞാനിപ്പം നോക്കിയപ്പോൾ ആദ്യത്തെ ഇട്ട ഉപ്പ് പോരാണ്ട് വന്നുകൊണ്ട് ഞാൻ ഒരല്പം ഉപ്പും കൂടെ ഇട്ടതാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ചക്കക്കുരു വേവിക്കാൻ വെച്ചാൽ ഉപ്പിട്ടാണ് വേവിക്കാൻ വെച്ചിരിക്കുന്നത്. അതനുസരിച്ചുള്ള ഉപ്പ് കൂടെ ചേർക്കാവുള്ളൂ. എന്നിട്ട് നമുക്ക് ഈ കോവയ്ക്ക ഇല ഒന്ന് വെന്ത് കിട്ടാനായിട്ട് നമുക്ക് അടച്ചു വയ്ക്കാം. ഇതിൻ്റെ തീ സിമ്മിലോട്ടിട്ട് തന്നെ ഒന്ന് അടച്ചു വയ്ക്കുക. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് ഇളക്കി ചേർത്തിട്ട് നമ്മൾ വേവിക്കാൻ വെച്ചിരിക്കുന്ന ചക്കക്കുരു നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. അതും കൂടെ നമുക്കിതിലേക്ക് തട്ടിക്കൊടുക്കാം. അതും കൂടെ തട്ടിക്കൊടുത്ത് നന്നായിട്ട് ഇളക്കി ചേർത്തിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ, ആ അരപ്പ് ഇതിലേക്ക് തട്ടിക്കൊടുക്കണം. അരപ്പ് തട്ടിക്കൊടുത്തിട്ട് അതിനെയും കൂടെ അരപ്പിൻ്റെ പച്ചമണം മാറി കിട്ടണം. അതിന് വേണ്ട അടച്ചു വയ്ക്കണം. മിക്സിയുടെ ജാറിലേക്ക് വെള്ളം ഒഴിച്ചൊന്നും ഒഴിക്കേണ്ട. കംപ്ലീറ്റ് നമ്മൾ സ്പൂൺ കൊണ്ട് ചേർത്താൽ മതി. കാരണം വെള്ളം ചേർക്കുമ്പോൾ ഇത് തോരൻ കുഴഞ്ഞു പോകും, ഒരുപാട് കുഴഞ്ഞു പോകും. അതുകൊണ്ടാണ് അരപ്പ് മാത്രം നമ്മൾ നന്നായിട്ട് നീക്കിയെടുത്തിട്ട് ഇതിൽ ചേർത്ത് അടച്ചു വെച്ച് അതിൻ്റെ പച്ച മണം മാറിക്കിട്ടിയതിന് ശേഷം, അതായത് അരപ്പ് വെന്തതിന് ശേഷം
നമുക്ക് ഒത്തിരി നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്താൽ മാത്രം മതി. 1-2 പ്രാവശ്യം ഇടവിട്ടൊന്ന് ഇളക്കിയെടുക്കുമ്പോൾ ദേ കോവയ്ക്ക ഇല കൊണ്ടുള്ള തോരൻ റെഡി. എന്ത് ടേസ്റ്റാണെന്നറിയാമോ ഇത് കഴിക്കാനായിട്ട്. കാരണം ചോറിൻ്റെ ഒപ്പം ചൂട് ചോറും ഈ ചൂട് കോവയ്ക്ക ഇല ഉണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റിയായിട്ട് കഴിക്കാൻ കിട്ടും. അങ്ങനെയുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ ആരും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കോവയ്ക്കയുടെ ഇല നിങ്ങൾ ആരും പഴക്കളയരുതേ. കിട്ടാവുന്നിടത്തോളം ഇല മാക്സിമം യൂസ് ചെയ്ത് ഇതുപോലെ ഐറ്റംസ് തയ്യാറാക്കണേ. കോവയ്ക്കയുടെ ഇല കൊണ്ട് തോരൻ മാത്രമല്ല കേട്ടോ തയ്യാറാക്കാവുന്നേ. കോവയ്ക്കയില വേറെ ഉപയോഗങ്ങളുണ്ടേ. നമ്മൾ ഇഡ്ഡലി തയ്യാറാക്കില്ലേ, ഇഡ്ഡലി പാത്രത്തിൽ നമ്മൾ എണ്ണ തേച്ചിട്ട് നേരിട്ട് കോരി ഒഴിക്കില്ലേ, ചിലപ്പോൾ വേറെ ഇലകളൊക്കെ വെക്കാറുണ്ട്. ഈ കോവയ്ക്കയില എടുത്ത് വെച്ച് നോക്കൂ, അതിൻ്റെ ഷേപ്പിൽ നമുക്ക് ഇഡ്ഡലിയും കിട്ടും, പാത്രം ക്ലീൻ ചെയ്യാനും എളുപ്പമാണ്. എന്നാൽ ഇലയുടെ ടേസ്റ്റ് എല്ലാം കിട്ടിയ ഇഡ്ഡലിയും കിട്ടത്തില്ലേ. കാരണം ഇഡ്ഡലിയിൽ കളർ ചേഞ്ച് ഒന്നും വരില്ല. ഇല വാടുമ്പോൾ എന്തായാലും അതിൻ്റെ ഗുണം ആ ഇഡ്ഡലിയിലുണ്ടാകും. പിന്നെ നമുക്ക് ഈസി ആയിട്ട് ഇല ഇളക്കി കളയുകയും ചെയ്യാം, പാത്രം ക്ലീൻ ചെയ്യാനും എളുപ്പമാണ്. ഹെൽത്തി ആയിട്ട് ഇഡ്ഡലിയും തയ്യാറാക്കാം. എന്താ നിങ്ങൾക്കും ഇങ്ങനത്തെ ഒന്ന് തയ്യാറാക്കി നോക്കാമോ? നോക്കിയിട്ട് അഭിപ്രായങ്ങളുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കണേ. കാരണം ഞാൻ മിക്കവാറും ഇങ്ങനെയൊക്കെയാണ് ചെയ്യാറുള്ളൂ. കിട്ടാവുന്നിടത്തോളം നാടൻ ആഹാരം നാടൻ രീതിയിൽ തയ്യാറാക്കുന്നതല്ലേ അതൊരു സുഖം.